ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എൻ്റെ പേര് സുമി ലിജീഷ്. ഞാൻ ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലത്തിൻ്റെ ബോട്ടണി ഫാക്കൽറ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ നീറ്റിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി ഫുള്ളി ഇൻവോൾവ് ആണെന്ന് അറിയാം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഇൻ ബയോളജി, അതായത് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന ചാപ്റ്ററുമായിട്ടാണ് ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ എല്ലാ ഭാഗവും ടച്ച് ചെയ്യുന്ന വിധത്തിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അതിൻ്റെ കൂടെ ടീച്ചർ തിയറിയും ഡിസ്കസ് ചെയ്യും. പിന്നെ എളുപ്പത്തിൽ ആൻസറിലോട്ട് എത്താനുള്ള ട്രിക്സും പറഞ്ഞു തരും. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. India has 1000 varieties of mango with different size, color and taste due to. Options വായിക്കാം. Genetic diversity, ecological diversity, species diversity and ecosystem diversity. അപ്പോൾ നമ്മുടെ NCERT-യിൽ 3 ഡൈവേഴ്സിറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓർമ്മയുണ്ടോ? ജെനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, പിന്നെ ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. ഇപ്പൊ ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റിയും ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റിയും വൺ ആൻഡ് ദ സെയിം ആണ്. അപ്പോ 1000 വെറൈറ്റീസ് ഓഫ് മാംഗോന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ വേരിയേഷൻ കാണിച്ചിരിക്കുന്നത് സിംഗിൾ സ്പീഷീസിൽ തന്നെയാണ്. അപ്പോൾ വിത്തിൻ ദ സ്പീഷീസ്, അതായത് സിംഗിൾ സ്പീഷീസിൽ തന്നെ ഡൈവേഴ്സിറ്റി കാണിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് ജെനറ്റിക് ഡൈവേഴ്സിറ്റി എന്നാണ് പറയാം. അപ്പൊ നമ്മുടെ NCERT-യിൽ 3 എക്സാമ്പിൾസ് ആണ് മക്കളെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തത് ഇവിടെ കൊടുത്തതുപോലെ 1000 വെറൈറ്റീസ് ഓഫ് മാംഗോസ് ഉണ്ട്. പിന്നെ സെക്കൻഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് മോർ ദാൻ 50,000 സ്ട്രെയിൻസ് ഓഫ് റൈസ് ഉണ്ട്. ദെൻ മൂന്നാമത്തെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഹിമാലയൻ റേഞ്ചസിൽ നമുക്ക് ഒരു മെഡിസിനൽ പ്ലാന്റ് കാണാം. ആ മെഡിസിനൽ പ്ലാന്റിന്റെ പേരാണ്, എന്താ പേര്? റാവോൾഫിയ വൊമിറ്റോറിയ. ഓർമ്മയില്ലേ? അപ്പൊ ഈ റാവോൾഫിയ വൊമിറ്റോറിയ ഹിമാലയത്തിന്റെ പല റേഞ്ചസിലായിട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈ ഒരു മെഡിസിനൽ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കലിന്റെ പേരാണ് റിസർപൈൻ. ഓക്കെ, ഈ കെമിക്കൽ റിസർപൈനിന്റെ കോൺസെൻട്രേഷനും പൊട്ടൻസിയും ഡിഫറെന്റ് ആണ് ഇൻ ഡിഫറെന്റ് ഏരിയാസ്. അപ്പോ മെഡിസിനൽ പ്ലാന്റ് റാവോൾഫിയ വൊമിറ്റോറിയന്റെ ഉള്ളിൽ തന്നെ അതിന്റെ ഡിസ്ട്രിബ്യൂഷണൽ റേഞ്ച് അനുസരിച്ചിട്ട് അത് ഡൈവേഴ്സിറ്റി കാണിക്കുന്നു. സോ അഗെയിൻ ഡൈവേഴ്സിറ്റി വിത്തിൻ എ സിംഗിൾ സ്പീഷീസ് അല്ലേ. പിന്നെ ഹ്യൂമൻ പോപ്പുലേഷൻ എടുത്തു നോക്ക്, അവിടെയും എന്താണ്? ഡൈവേഴ്സിറ്റി വിത്തിൻ സിംഗിൾ സ്പീഷീസ് അല്ലേ. സോ ഇത്തരത്തിലുള്ള ഡൈവേഴ്സിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജെനറ്റിക് ഡൈവേഴ്സിറ്റി. സോ വി വിൽ ഗോ ഫോർ ഓപ്ഷൻ 1. ക്ലിയർ അല്ലേ? ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി, ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി ടീച്ചർ പറഞ്ഞു വൺ ആൻഡ് ദ സെയിം ആണ്. നമ്മൾ ഇന്ത്യയും പിന്നെ സ്കാൻഡിനേവിയൻ കൺട്രിയായ നോർവേയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഒരുപാട് ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി കാണിക്കാൻ പറ്റും അല്ലെ. നമുക്ക് ഡെസേർട്സ് ഉണ്ട്, മാംഗ്രൂവ്സ് ഉണ്ട്, വെറ്റ്ലാൻഡ്സ് ഉണ്ട്, അതൊക്കെ NCERT-യിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റിയിൽ നമ്മൾ പറയുന്നത് എന്താണ്? വെസ്റ്റേൺ ഗട്ട് റീജിയൻസിലാണ് കൂടുതൽ ആംഫിബിയൻ ഡൈവേഴ്സിറ്റി വെൻ കമ്പയർഡ് ടു ഈസ്റ്റേൺ ഗട്ട്സ്. ഓക്കെ, so question number 1 clear ആയല്ലോ. Moving to second. Choose the option which is represented correctly with respect to the number of species in Amazonian rainforest. ഈ ആമസോണിയൻ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം സൗത്ത് അമേരിക്കയിലാണ് അല്ലെ. അപ്പോ ഈ ആമസോണിയൻ റെയിൻ ഫോറസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെയാണ് ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി കണ്ടുവരുന്നത്. പിന്നെ നമ്മുടെ NCERT-ൽ കൃത്യമായിട്ട് ഡാറ്റ കൊടുത്തിട്ടുണ്ട് അവിടെ കണ്ടുപിടിക്കപ്പെട്ട സ്പീഷീസിന്റെ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? 1,25,000, മോർ ദാൻ 1,25,000 ഇൻവെർട്ടിബ്രേറ്റ്സ് ഉണ്ട്, മോർ ദാൻ 40,000 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ്, 3,000 സ്പീഷീസ് ഓഫ് ഫിഷസ്, 1,300 സ്പീഷീസ് ഓഫ് ബേർഡ്സ്, 427 സ്പീഷീസ് ഓഫ് ആംഫിബിയൻസ് ആൻഡ് മാമൽസ്, 378 സ്പീഷീസ് ഓഫ് റെപ്റ്റൈൽസ്. അപ്പോ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ചൂസ് ദ ഓപ്ഷൻ വിച്ച് ഈസ് റെപ്രസെന്റഡ് കറക്റ്റ്ലി വിത്ത് റെസ്പെക്ട് ടു നമ്പർ ഓഫ് സ്പീഷീസ്. ഇവിടെ ഓപ്ഷനിൽ ഫിഷസും ബേർഡ്സും മാമൽസും മാത്രമേ കാണിച്ചിട്ടുള്ളൂ.
അപ്പൊ നമുക്ക് ഇതിന്റെ നമ്പർ അറിഞ്ഞാൽ മാത്രമേ ഗ്രേറ്റർ ദാനും ലെസ് ദാനും ഒക്കെ പറയാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അപ്പൊ ടീച്ചർ ഇപ്പൊ വായിച്ചതനുസരിച്ചിട്ട്, നിങ്ങൾ പഠിച്ചതനുസരിച്ചിട്ട് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഫിഷസ് എത്രയുണ്ട് മക്കളെ? ഫിഷസ് എന്ന് പറയുന്നത് 3000 സ്പീഷീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ബേർഡ്സ് എന്ന് പറയുന്നത് 1300 സ്പീഷീസ് ഉണ്ട്. പിന്നെയോ മാമൽസും റെപ്റ്റൈൽസും അല്ലെ? മാമൽസ് ആൻഡ് റെപ്റ്റൈൽസ് എത്രയാ? 427 സ്പീഷീസ് ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടിയില്ലേ? ഏതാണ് വരിക ഓപ്ഷൻ? ഏറ്റവും കൂടുതൽ ഫിഷസ്, പിന്നെ ബേർഡ്സ്, പിന്നെ മാമൽസ്. സോ വി വിൽ ഗോ ഫോർ ഓപ്ഷൻ 1. ക്ലിയർ? Next question. Which of the given equation is correct with respect to species area relationship? Species area relationship എന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട സയന്റിസ്റ്റിന്റെ പേരെന്ത്? പറഞ്ഞോ, ഏതാണ്? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് അല്ലേ? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ് എന്ത് കണ്ടുപിടിച്ചത്? നമ്മുടെ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പിനെ അത് എന്ത് ചെയ്തത്? ഫോർമുലേറ്റ് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്ര ഏരിയ എക്സ്പ്ലോർ ചെയ്യുന്നു അതിനനുസരിച്ച് സ്പീഷീസിന്റെ റിച്ച്നെസ് കൂടുന്നു, ബട്ട് അപ് ടു എ സർട്ടൻ ലിമിറ്റ്. ഓക്കെ, അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഏരിയ എക്സ്പ്ലോർ ചെയ്യുന്നതിനനുസരിച്ച് സ്പീഷീസിന്റെ റിച്ച്നെസ്സും കൂടി കൂടി വരുന്നു, പക്ഷെ അതൊരു പരിധി വരെ. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സ്പീഷീസ് റിച്ച്നെസ് ആൻഡ് ഏരിയ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടാക്സോണമിക് ഗ്രൂപ്പ് അദ്ദേഹത്തിന് ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്തപ്പോൾ റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ് കിട്ടിയത്. ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടിയത്, റെക്ടാങ്കുലർ ഹൈപ്പർബോള. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്താണ്? എന്താണ് മക്കളെ ഇക്വേഷൻ? S = CA⁻Z ആണ്. അപ്പൊ എസ് എന്ന് പറയുന്നത് നമുക്കറിയാം സ്പീഷീസ് റിച്ച്നെസ്, ആൻഡ് സി എന്ന് പറയുന്നത് y ഇന്റർസെപ്റ്റ് ആണ്, എ എന്ന് പറയുന്നത് ഏരിയ ആണ്, ആൻഡ് സെഡ് എന്ന് പറയുന്നത് റിഗ്രഷൻ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ ലൈൻ എന്ന് പറയും. അപ്പൊ ഇതിനെ നമ്മൾ ലോഗരിത്മിക് ഫോമിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ ഇതിനെ ലോഗ് ഫോമിൽ എങ്ങനെ എഴുതുക? ലോഗ് എസ് = log c പ്ലസ് z log a. കറക്റ്റ് അല്ലേ? അപ്പോ ആൻസർ കിട്ടിയില്ലേ? ഓപ്ഷൻ 2. ക്ലിയർ? ടീച്ചർ ഒന്ന് ഗ്രാഫ് കാണിച്ചു തരാം. ഇതാണ് ഒരു സ്പീഷീസ് റിച്ച്നെസ്സും ഏരിയയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വെച്ചിട്ട് അദ്ദേഹം ഒരു ഗ്രാഫ് വരച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് റെക്ടാങ്കുലർ ഹൈപ്പർബോള. റെക്ടാങ്കുലർ ഹൈപ്പർബോളന്റെ ഇക്വേഷൻ S = CA⁻Z ആണ്. I repeat, S എന്ന് പറയുന്നത് സ്പീഷീസിന്റെ റിച്ച്നെസ് ആണ്, ദെൻ A എന്ന് പറയുന്നത് y ഇന്റർസെക്റ്റ്, ആൻഡ് C എന്ന് പറയുന്നത് y ഇന്റർസെക്റ്റ്, A എന്ന് പറയുന്നത് ഏരിയ, ആൻഡ് Z എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ ലൈൻ അല്ലെങ്കിൽ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ആണ്. അപ്പൊ ഇതിനെ നമ്മൾ ലോഗരിത്മിക് ഫോമിലോട്ട് മാറ്റുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുക. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിലോട്ട് മാറ്റുമ്പോൾ, അതായത് ലോഗ് ഫോമിലോട്ട് മാറ്റുമ്പോൾ ഇക്വേഷൻ എന്തായി? ലോഗ് S = log c പ്ലസ് z log a. അപ്പൊ z വാല്യൂ നോർമലി 0.1 to 0.2 ആയിരിക്കും ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ ദ ടാക്സോണമിക് ഗ്രൂപ്പ്സ്. പക്ഷെ ലാർജ് കോണ്ടിനെന്റ്സ് ഒക്കെ എടുക്കുമ്പോൾ അത് 0.6 to 1.2 വരെ വരാറുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രൂഗിവോറസ് ബേർഡ്സ് മാമൽസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ z വാല്യൂ 1.15 എന്നാണ് NCERT-ൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഭാഗം ഒന്ന് മക്കൾ നന്നായിട്ട് വായിച്ചു നോക്കാം. ഓക്കെ, നെക്സ്റ്റ്. Consider the following pie chart of different vertebrate animals. അപ്പോൾ ഇത് വെർട്ടിബ്രേറ്റിന്റെ പൈ ചാർട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതില് A, B, C, D, E ഒന്നും തന്നെ നമുക്ക് അടയാളപ്പെടുത്തി തന്നിട്ടില്ല. വെർട്ടിബ്രേറ്റ് ആണെന്ന് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പൊ ഇത് എന്താണെന്ന് മനസ്സിലായാൽ മാത്രമേ പിന്നെ ഈ ഓപ്ഷൻ വായിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. നിങ്ങൾ നോക്ക്, ഓപ്ഷൻസിൽ എന്താ? ഇൻകറക്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്ത് വെക്കണം. കറക്റ്റ് ആണോ വേണ്ടത്, ഇൻകറക്റ്റ് ആണോ വേണ്ടത്? അപ്പൊ ഇവിടെ ഇൻകറക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ ABCDE എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം അല്ലെ? പറഞ്ഞോളൂ, A എന്താണ് മക്കളെ? A എന്ന് പറയുന്നത് ഫിഷസ് ആണ് അല്ലെ? B-യോ? മാമൽസ്.
Okay, then C, birds. Then D, reptiles. And E, amphibians. Correct അല്ലേ? ഇങ്ങനെയല്ലേ ഇതിന്റെ അറേഞ്ച്മെന്റ്? ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. Sector C belongs to birds. Correct. Sector B includes all the animals that have mammary glands. B, mammals എന്ന് പറയാൻ കാരണം mammary gland ഉള്ളത് കൊണ്ടല്ലേ? അതും കറക്റ്റ് ആണ്. Sector A belongs to animals that have single circuit of blood circulation. Single circulation അല്ലേ ഫിഷസിന്? അപ്പോൾ അതും കറക്റ്റ് ആണ്. Organisms belonging to sector D show high species diversity in western Ghats. ശരിയാണോ? പോയില്ലേ? നോക്ക്, ഇവിടെ ഡി എന്താ കൊടുത്തിരിക്കുന്നത് മക്കളെ? റെപ്റ്റൈൽസ് ആണ്. റെപ്റ്റൈൽസ് ആണോ ആംഫിബിയൻസ് ആണോ വെസ്റ്റേൺ ഗട്ട്സിൽ ഹൈ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കാണിക്കുന്നത്? ആംഫിബിയൻസ് അല്ലേ? അപ്പോ ഈ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. കിട്ടിയോ? ഓക്കെ. അപ്പൊ ഇതുപോലെ നമുക്ക് NCERT-യിൽ വെർട്ടിബ്രേറ്റ് മാത്രമല്ല ഇൻവെർട്ടിബ്രേറ്റ്സിന്റെയും പ്ലാന്റ്സിന്റെയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാലോ. ഇൻവെർട്ടിബ്രേറ്റ്സ് നമുക്കറിയാം, നമ്മള് എന്താ പറയാ +1 ആനിമൽ കിങ്ഡം ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും ലാർജസ്റ്റ് ഫൈലം എന്ന് പറയുന്നത് എന്താണ്? ഫൈലം ആർത്രോപോഡയാണ് അല്ലെ? അപ്പോ ഇൻസെക്ട്സ് വന്നു, അതിനുശേഷം സെക്കൻഡ് ലാർജസ്റ്റ് മൊളസ്ക വന്നു, പിന്നെ ക്രസ്റ്റേഷ്യൻസ്, അതർ ആനിമൽ ഗ്രൂപ്പ്സ്. അപ്പൊ ശരിക്ക് ഓർത്ത് വെക്കണം കേട്ടോ അതിന്റെ അറേഞ്ച്മെന്റ്. പ്ലാന്റ്സിലാണെങ്കിൽ ഫംഗസും ആൻജിയോസ്പേംസും, പിന്നെ ആൽഗെ, ലൈക്കൻസ്, മോസസ്, ഫേൺസ് ആൻഡ് എല്ലീസ്. അപ്പൊ ഈ പൈ ചാർട്ടൊക്കെ നല്ല വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. One of the probable reasons for temperate and polar region showing less diversity can be. ഈ ടെമ്പറേറ്റ് റീജിയനിലും പോളാർ റീജിയനിലും ബയോഡൈവേഴ്സിറ്റി വളരെ കുറവാണെന്ന് പറയുന്നു. എന്താണ് കാരണം? ഫ്രീക്വന്റ് ഗ്ലേസിയേഷൻസ് ഇൻ ദ പാസ്റ്റ് വിച്ച് kept them disturbed. ഒരു റീസൺ അല്ലേ? അവിടെ ഫ്രീക്വന്റ് ആയിട്ട് ഗ്ലേസിയേഷൻസ് വരുന്നത് ഒരു പ്രധാനപ്പെട്ട റീസൺ അല്ലേ അവിടെ ഡൈവേഴ്സിറ്റി കുറയാൻ വേണ്ടിയിട്ട് അല്ലെ? രണ്ടാമത്തെ ഓപ്ഷൻ എന്താ? കോൺസ്റ്റന്റ് ആൻഡ് പ്രെഡിക്റ്റബിൾ എൻവയറമെന്റ്. കോൺസ്റ്റന്റ് ആൻഡ് പ്രെഡിക്റ്റബിൾ എൻവയറമെന്റ് എവിടുത്തതാ? ട്രോപ്പിക്കൽ റീജിയനിലല്ലേ? Then availability of more solar energy, higher productivity. ഇതൊക്കെ എന്താണ്? ട്രോപ്പിക്കൽ റീജിയന്റെ ബെനിഫിറ്റ്സ് ആണ്, അഡ്വാൻറ്റേജസ് ആണ്. അവിടെ നല്ല സോളാർ ഇൻപുട്ട് ഉണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ പ്രൊഡക്ടിവിറ്റി കൂടുതലാണ്. പിന്നെ എന്താണ്? അവർ ലെസ് സീസണൽ ആണ്, കോൺസ്റ്റന്റ് ആൻഡ് പ്രെഡിക്റ്റബിൾ എൻവയറമെന്റ് ഉണ്ട്. ഇതൊക്കെ ട്രോപ്പിക്സിന്റെ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ നമ്പർ 1 മാത്രം. പക്ഷെ ടീച്ചർ ചോദ്യം, ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണോ ടെമ്പറേറ്റ് ആൻഡ് പോളാർ റീജിയൻസിൽ ഡൈവേഴ്സിറ്റി കുറഞ്ഞു പോയത്? ഒരിക്കലും അല്ല. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ഇഷ്ടംപോലെ സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ട് അതിൽ ശരിയും തെറ്റും കണ്ടുപിടിച്ചിട്ട് നമ്മളോട് റീസൺ എന്താണെന്ന് ചോദിക്കാനും മതി അല്ലെ? അപ്പോ നമ്മൾ ഈ റീസൺസ് എല്ലാം ഒന്ന് പഠിച്ചു വെക്കണം. എന്തൊക്കെയാ റീസൺ മക്കൾ നോക്കിക്കോ. റീസൺസ് ഫോർ ലോവർ സ്പീഷീസ് റിച്ച്നെസ് ഇൻ ടെമ്പറേറ്റ് ആൻഡ് പോളാർ റീജിയൻ എന്തൊക്കെയാ? They receive less solar energy compared to tropical regions. Okay. 2. Climate more seasonal and less stable with long winters and extreme cold condition. 3. Frequent glaciation. നമ്മൾ ഇപ്പോൾ ഓപ്ഷനിൽ കണ്ടു അല്ലേ? In polar and temperate region, disturbed habitats repeatedly during evolutionary history. Then organisms in these regions had less evolutionary time for species diversification. പുതിയ സ്പീഷീസ് ഉണ്ടാവാനുള്ള ഒരു അവസരം ഇല്ല അവിടെ. Okay, compared to tropical areas. Then lower temperature reduces the primary productivity, leading to less food availability and fewer ecological missions. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊക്കെ എന്തിന് കാരണമാണ്? പോളാർ റീജിയൻസിലും ടെമ്പറേറ്റ് റീജിയനിലും ഡൈവേഴ്സിറ്റി കുറയാനുള്ള കാരണങ്ങളാണ്. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Arrange the following places in decreasing order. അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് അണ്ടർലൈൻ ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ അപ്പൊ തന്നെ വട്ടിട്ട് വെക്കുക, അല്ലെ അണ്ടർലൈൻ ചെയ്യുക. എന്താ വേണ്ടവർക്ക്? ഡിക്രീസിങ് ഓർഡർ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഓഫ് സ്പീഷീസ് ഓഫ് ബേർഡ്സ്. അപ്പോ
നമുക്കറിയാം ഇക്വേറ്ററിൽ നിന്ന് പോൾസിലോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ഡൈവേഴ്സിറ്റി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുക അല്ലെ. അപ്പൊ ബേർഡ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ബേർഡ്സിലും നമുക്ക് എന്തെന്നെ കാണാം, സ്പീഷീസിന്റെ ഡൈവേഴ്സിറ്റി ഇക്വറ്റോറിയൽ റീജിയന്റെ അടുത്തുള്ള രാജ്യങ്ങളിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പോളാർ റീജിയനിൽ വളരെ കുറവാണ്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇന്ത്യ, കൊളംബിയ, ന്യൂയോർക്ക്, ഗ്രീൻലാൻഡ്. ഡിക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ വലുതെന്ന് ചെറുതിലേക്ക്, ഇൻക്രീസിങ് ഓർഡർ ആണ് ചെറുതെന്ന് വലുതിലേക്ക്. അപ്പൊ ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഉള്ള ബേർഡ് സ്പീഷീസ് കാണുന്നത് ഏത് രാജ്യത്താണ് എന്നതാണ് ഫസ്റ്റ് വരേണ്ടത് അല്ലെ. അപ്പൊ ഏതാ വരിക മക്കളെ? ഫസ്റ്റ് കൊളംബിയ. എത്ര വരും? 1400 സ്പീഷീസ് ഉണ്ട്. പിന്നെ ഏതാ വരിക? ഇന്ത്യ 1200 സ്പീഷീസ് ഉണ്ട്. ദെൻ ന്യൂയോർക്ക് 105 സ്പീഷീസ് ഉണ്ട്. ഗ്രീൻലാൻഡ് 56 സ്പീഷീസ് ഉണ്ട് അല്ലേ. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കൊളംബിയ 1400 സ്പീഷീസ്, ഇന്ത്യ 1200 സ്പീഷീസ്, ന്യൂയോർക്ക് 105 സ്പീഷീസ് ആൻഡ് ഗ്രീൻലാൻഡ് 56 സ്പീഷീസ്. അപ്പൊ നമ്മൾ വലുതെന്ന് ചെറുതിലോട്ട് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആദ്യം കൊളംബിയ, ഇന്ത്യ, ന്യൂയോർക്ക്, ഗ്രീൻലാൻഡ്. അപ്പൊ എന്താണ് ഓപ്ഷൻ വരിക? ബി, എ, സി, ഡി. ഓപ്ഷൻ 2. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, റിവെറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് എക്സ്പ്ലെയിൻസ്. അപ്പൊ റിവെറ്റ് പോപ്പർ എന്ന് പറഞ്ഞ ഹൈപ്പോത്തസിസ് ഇത് പുട്ട് ഫോർവേഡ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരെന്താണ്? പോൾ എർലിക്. ഓർമ്മയില്ലേ? സയന്റിസ്റ്റിന്റെ പേരെന്താ? പോൾ എർലിക്. അപ്പോ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് അദ്ദേഹം എന്താ ചെയ്തെന്നറിയോ? ബയോഡൈവേഴ്സിറ്റിന്റെ പ്രാധാന്യത്തെ നമ്മൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു കമ്പാരിസൺ ചെയ്തു. എങ്ങനെയാന്ന് വെച്ചാൽ ഇക്കോസിസ്റ്റത്തിനെ ഒരു എയർപ്ലെയിനിലൂടെ കമ്പയർ ചെയ്തു. എന്നിട്ട് ഈ എയർപ്ലെയിനിലുള്ള റിവെറ്റ്സ് ഉണ്ടല്ലോ, റിവെറ്റ്സ് എന്ന് പറഞ്ഞാൽ നട്ടും ബോൾസും ഒക്കെ, അതിനെ ആ ഇക്കോസിസ്റ്റത്തിലുള്ള സ്പീഷീസിനോട് കമ്പയർ ചെയ്തു. ഇനി എയർപ്ലെയിനിലെ പാസഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഇക്കോസിസ്റ്റത്തിലെ നമ്മള് മനുഷ്യന്മാരാണ്. പിന്നെ വിങ്സിലുള്ള ഈ പറഞ്ഞിരിക്കുന്ന റിവെറ്റ്സ് എന്ന് പറയുന്നത് കീസ്റ്റോൺ സ്പീഷീസിനോട് അദ്ദേഹം കമ്പയർ ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ എയർപ്ലെയിനില് ആദ്യം പാസഞ്ചേഴ്സ് ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ച് നട്ടും ബോൾട്ടൊന്നും എടുത്തു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എങ്കിലും ഇതിങ്ങനെ എടുത്തുകൊണ്ടേയിരുന്നാൽ, അതായത് പോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, ഇതിങ്ങനെ ഓരോ സ്പീഷീസും എക്സ്റ്റിങ്ക്ട് ആയിക്കൊണ്ടേയിരുന്ന അവസാനം വിങ് സ്പീഷീസ് തന്നെ എക്സ്റ്റിങ്ക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് എയർപ്ലെയിനിന്റെ ബാലൻസ് തെറ്റി ക്രാഷ് ആവൂലേ? അതേപോലെ ഇക്കോസിസ്റ്റം എന്തായി പോവും? കൊളാപ്സ് ആയി പോവും. അപ്പോ അങ്ങനെ ഒരു കാര്യം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന ഒരു സയന്റിസ്റ്റ് ആണ് റിവെറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് വഴി നമ്മൾ മനസ്സിലാക്കി തന്ന പോൾ എർലിക്. ഓക്കെ, അപ്പോ ഇവിടെ ഏത് ഓപ്ഷനാണ് നമുക്ക് എടുക്കാൻ പറ്റുക? നോക്കാം. ഇഫക്റ്റ് ഓഫ് ഡിക്രീസ് ഇൻ ബയോഡൈവേഴ്സിറ്റി ഓൺ ഇക്കോസിസ്റ്റം. ശരിയാണല്ലേ? മെയിൻ കോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്, അതാണോ? മെയിൻ കോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് എന്ന് പറയുന്നത് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസിൽ ഈവിൾ ക്വാർട്ടറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള 4 കാര്യങ്ങൾ കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ബയോഡൈവേഴ്സിറ്റി ലോസ് സംഭവിക്കുന്നത്. അത് എന്തൊക്കെയായിരുന്നു 4 കാരണങ്ങൾ? 1, ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. 2, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. 3, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. 4, കോ എക്സ്റ്റിങ്ഷൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിക്ക് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഫ്രാഗ്മെന്റേഷനും ഹാബിറ്റാറ്റ് ലോസും ആണ്. പക്ഷെ അതിനെ കുറിച്ചൊന്നും പോൾ എർലിക് ഒന്നും സംസാരിച്ചിട്ടില്ല. സോ ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല. That within a region species richness increases with increasing area but up to a certain limit. ടീച്ചർ ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ, നമ്മുടെ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നത് എന്താണ്? നമ്മൾ എത്ര കണ്ട് ഏരിയ എക്സ്പ്ലോർ ചെയ്യുന്നു അത്ര കണ്ട് സ്പീഷീസ് റിച്ച്നെസ് വർദ്ധിക്കുന്നു, ബട്ട് അപ് ടു എ സർട്ടൻ ലിമിറ്റ്. അപ്പൊ അതും പോൾ എർലിക്കിന്റെ ഹൈപ്പോത്തസിസുമായിട്ട് ഒരു ബന്ധവുമില്ല. നെക്സ്റ്റ്, കോസ് ഓഫ് മാസ് എക്സ്റ്റിങ്ഷൻ. മാസ് എക്സ്റ്റിങ്ഷന്റെ 5 എപ്പിസോഡ്സ് ഒക്കെ കംപ്ലീറ്റ് ആയി. ഇപ്പൊ 6th മാസ് എക്സ്റ്റിങ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഹ്യൂമൻ ഇന്റർവെൻഷൻ കൊണ്ടാണെന്ന് പറയുന്നത്. അപ്പൊ അതൊന്നും ഇദ്ദേഹത്തിന്റെ ഈ ഹൈപ്പോത്തസിസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സോ വിതൗട്ട് എനി ഡൗട്ട് വി ക്യാൻ ഗോ ഫോർ ഓപ്ഷൻ 1. ശരിയല്ലേ? ഇഫക്റ്റ് ഓഫ് ഡിക്രീസ് ഇൻ ബയോഡൈവേഴ്സിറ്റി
on ecosystem. ബയോഡൈവേഴ്സിറ്റി കുറഞ്ഞാൽ ഇക്കോസിസ്റ്റത്തിനെ എങ്ങനെ ബാധിക്കും എന്ന് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി തന്ന ഹൈപ്പോത്തസിസ് ആണ് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് put forward by പോൾ എർലിക്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം. match the column 1 with column 2. ഇവിടെ തൈലസീൻ, ഡോഡോ, ക്വാഗ, സ്റ്റെല്ലേഴ്സ് സീ കൗ എന്നൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്നറിയോ? റീസെന്റ് എക്സ്റ്റിങ്ഷൻസ് ആണ്. അപ്പൊ ഈ റീസെന്റ് എക്സ്റ്റിങ്ഷൻ നടന്നിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ തൈലസീൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിൽ നിന്നും, ഡോഡോ മൊറീഷ്യസ്, ക്വാഗ ആഫ്രിക്ക, സ്റ്റെല്ലേഴ്സ് സീ കൗ റഷ്യ. മക്കൾ പഠിച്ചതാണെന്ന് മിസ്സിന് അറിയാം. അപ്പോ ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ 4 അല്ലേ? തൈലസീൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയ, ഡോഡോ, then Mauritius, Quagga, Africa, and Steller's sea cow, Russia. Next, the Earth Summit held in Rio de Janeiro in 1992 was called. നമുക്കറിയാം 1992 Earth Summit 2002 വേൾഡ് സമ്മിറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. വേൾഡ് സമ്മിറ്റ് ജോഹന്നസ്ബർഗിലും then 1992 Earth Summit റിയോ ഡി ജനീറോ ബ്രസീലിലുമാണ് നടന്നത് അല്ലെ? എന്തിനായിരുന്നു ഈ സമ്മിറ്റ്, ഈ വട്ടമേശ സമ്മേളനം, ഈ ഒരു കൂടിച്ചേരല് എന്തിനായിരുന്നു? എന്താണ് അവിടെ ഡിസ്കസ് ചെയ്തത്? ടു അസസ് ദ ത്രെറ്റ് പോസ്ഡ് ടു നേറ്റീവ് സ്പീഷീസ് ബൈ ഇൻവേസീവ് വീഡ് സ്പീഷീസ്. വീഡ് സ്പീഷീസിന്റെ ത്രെറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണോ ഇത്രയും രാജ്യങ്ങൾ അവിടെ ഒത്തുചേർന്നത്? അല്ല. ഫോർ ഇമ്മീഡിയറ്റ് സ്റ്റെപ്സ് ടു ഡിസ്കണ്ടിന്യൂ ദ യൂസ് ഓഫ് CFCs that were damaging the ozone layer. No. To reduce the CO2 emissions and global warming? No. For conservation of biodiversity and sustainable utilization of its benefits. അതല്ലേ കറക്റ്റ്? വളരെ നല്ല രീതിയിൽ സസ്റ്റൈനബിൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ബയോഡൈവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന, നമ്മുടെ ഈ ഒരു ഇക്കോസിസ്റ്റം നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. പിന്നെ ബയോഡൈവേഴ്സിറ്റിനെ നമ്മൾ കൺസേർവ് ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടും തീരുമാനങ്ങൾ എടുക്കാനും വേണ്ടിയിട്ടാണ് 1992 ബ്രസീൽ, അതായത് റിയോ ഡി ജനീറോയില് എർത്ത് സമ്മിറ്റ് നടത്തിയത്. ഓക്കെ, നെക്സ്റ്റ്. India is one of the 12 mega diversity countries of the world. ശരിയല്ലേ? It shares what percentage of global species diversity? ഇവിടെ നമ്മൾ മിസ്റ്റേക്ക് വരുത്താൻ ചെറിയ ഒരു കാരണമുണ്ട്. എന്താണെന്നറിയോ? ഈ 2.4% ആണോ 8.1% ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ചിലർക്കെങ്കിലും വന്നിട്ടുണ്ടാവും. എന്താ സംഭവം എന്നറിയോ? നമ്മള് one among the 12 mega diversity countries of the world ആവാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഈ വേൾഡില് നമ്മൾ ഷെയർ ചെയ്യുന്ന ഏരിയ, ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് 2.4% മാത്രമാണെങ്കിലും നമ്മുടെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി, അതായത് പെർസെൻറ്റേജ് ഓഫ് ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റിന്റെ ഷെയർ എന്ന് പറയുന്നത് 8.1% ആണ്. അതുകൊണ്ടാണ് നമ്മൾ one among the 12 mega diversity countries of the world ആയത്. മനസ്സിലായോ? നമ്മുടെ രാജ്യം വേൾഡ് ഏരിയന്റെ 2.4% മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും നമ്മുടെ കോൺട്രിബ്യൂഷൻ എത്രയാ? ബയോഡൈവേഴ്സിറ്റിയിലേക്കുള്ള നമ്മുടെ കോൺട്രിബ്യൂഷൻ എത്രയാ? 8.1% ആണ്. അതുകൊണ്ടാണ് ഇന്ത്യനെ one of the 12 mega diversity countries of the world എന്ന് പറയുന്നത്. So correct answer is option 2. Okay. Next, which of the following is true? വളരെ ശ്രദ്ധിച്ചു നോക്കിക്കോളെ, ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 32% of amphibian species face the threat of extinction. ശരിയാണോ അല്ലയോ? ഉറപ്പില്ല എന്ന് തോന്നുന്നു അല്ലേ? നോക്കാം നമുക്ക്. Lichens have higher biodiversity than algae and fungi together. അത് നമ്മൾ സമ്മതിക്കില്ല അല്ലേ? Ganga basin have higher biodiversity than Amazon rainforest. ഒരിക്കലും ഇല്ല. ആമസോൺ റെയിൻ ഫോറസ്റ്റ് ആണ് ലാർജസ്റ്റ് ബയോഡൈവേഴ്സിറ്റി അല്ലേ? മൂപ്പർ എന്തായിട്ട് അറിയപ്പെടുന്നത്? ലങ്സ് ഓഫ് ദ പ്ലാന്റ് എന്ന് അറിയപ്പെടുന്നത്. 20% ഓഫ് ഓക്സിജൻ വരെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നത് ഫ്രം ആമസോൺ റെയിൻ ഫോറസ്റ്റ് ആണ്. അത് സൗത്ത് അമേരിക്കൻ ജംഗിൾസിലാണുള്ളത്. ഇതൊക്കെ നമുക്കറിയാം. അപ്പൊ ഗംഗാ ബേസിനിലൊന്നും അല്ല ഹൈ ബയോഡൈവേഴ്സിറ്റി. A stable community should show huge variation in productivity from year to year. ഒരിക്കലും അല്ല. നമ്മുടെ ഔട്ട്ഡോർ പ്ലോട്ട് എക്സ്പെരിമെന്റ് ചെയ്ത സയന്റിസ്റ്റിന് ഓർമ്മയുണ്ടോ?
ഡേവിഡ് ടിൽമാൻ. അദ്ദേഹം എന്താ പറഞ്ഞത്? ഒരു ഏരിയ, ആ ഏരിയയിൽ എത്ര കണ്ട് ഡൈവേഴ്സിറ്റി കൂടുതലാണോ അത്രയും അവിടെ എന്തായിരിക്കും? സ്റ്റെബിലിറ്റി ഉണ്ടാവും. കൂടാതെ അവിടെ ഇയർ ടു ഇയറിൽ പ്രൊഡക്ടിവിറ്റിയിൽ വേരിയേഷൻസ് ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലെ? അപ്പൊ ഇവിടെ പറയുന്ന സ്റ്റേബിൾ കമ്മ്യൂണിറ്റിയിൽ ഹ്യൂജ് വേരിയേഷൻ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുന്ന്. അപ്പൊ അതും റോങ് അല്ലേ? അപ്പോ ആൻസർ എന്താവാനാണ് സാധ്യത? 32% of amphibian species face the threat of extinction. അപ്പോൾ ഈ ഒരു ഭാഗം പറയുമ്പോൾ ടീച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണെ. നമ്മുടെ NCERT കൊടുത്തിരിക്കുന്നുണ്ട് more than 15,500 species are facing the threat of extinction. അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ആംഫിബിയൻസിനാണ്, 32%. പിന്നെ പ്രശ്നം ജിംനോസ്പേമിനാണ്, 31%. പിന്നെ പ്രശ്നം ആർക്കാന്നറിയോ? മാമൽസിന്, 23%. ലാസ്റ്റ് പ്രശ്നം ബേർഡ്സിനാണ്, 12%. അപ്പോ ടീച്ചർ ഈ പറഞ്ഞിരിക്കുന്ന കണക്ക് തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. കാരണം ബേർഡ്, മാമൽസ്, ജിംനോസ്പേം, ആംഫിബിയൻ ആ ഓർഡറിൽ നിങ്ങളോട് ചോദിക്കാം. ഇൻക്രീസിങ് ഓർഡറിൽ ഫേസ് ഓഫ് എക്സ്റ്റിങ്ഷൻ ചോദിക്കാം, അല്ലെ? ഫേസിങ് ത്രെറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ ചോദിക്കാം. അല്ലാതെ ഡിക്രീസിങ് ഓർഡറിൽ, അതായത് ആംഫിബിയൻ, ജിംനോസ്പേം, പിന്നെ മാമൽസ്, ബേർഡ്സ് വരുന്ന വിധത്തിലും ചോദിക്കാം. പെർസെൻറ്റേജ് വെച്ചിട്ടും ചോദിക്കാം. ഈ പറഞ്ഞതുപോലെ ആംഫിബിയൻ, മാമൽ എന്ന് കൊടുത്തിട്ടും നിങ്ങളോട് ചോദിക്കാം. അപ്പൊ ഇതെങ്ങനെയാണ് പഠിക്കുക? ഇത് പഠിക്കാൻ വേണ്ടി ടീച്ചർ ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഒരു പിക്ചർ കാണിക്കാം. ആ പിക്ചർ അങ്ങോട്ട് മനസ്സിൽ പതിയട്ടെ. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ഓർമ്മയുണ്ടാവും. നോക്കാലോ? കണ്ടോ? ഇവിടെ 12% ബേർഡ്സ് ഉണ്ട്, 23% മാമൽ, 31% ജിംനോസ്പേം ആൻഡ് 32% ആംഫിബിയൻ. ചെറിയൊരു കഥ പോലെ മിസ് പറഞ്ഞുതരാം. അതായത് ഒരു പക്ഷിക്ക് ആരോ പക്ഷിനെ വെടിവെച്ചു. അത് നേരെ വീണത് എവിടെയാ? ആനേന്റെ മണ്ടയിലാണ്. അപ്പൊ ആനക്ക് ബാലൻസ് തെറ്റിയിട്ട് നേരെ വീണത് എങ്ങോട്ടാ? ഒരു ജിംനോസ്പേമിന്റെ മേലെ. ജിംനോസ്പേം കടവഴുകി വീണത് എവിടെയാ? കുളത്തിലെ ആംഫിബിയന്റെ മേലെ. ഓക്കെ, അപ്പൊ ഓർമ്മയുണ്ടാവൂലേ? 12% of birds, 23% of mammals, 31% of gymnosperms and 32% of amphibians. അപ്പൊ ഇത് ഇങ്ങനെയും ചോദിക്കാം എക്സാമിന്, ഇങ്ങനെയും ചോദിക്കാം. അപ്പൊ രണ്ടും നമുക്ക് ക്ലിയർ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ടോട്ടൽ എത്രയാ മക്കളെ പറഞ്ഞിട്ടുള്ളത്? 15,500 സ്പീഷീസ് ആണ് ഫേസിങ് ദ ത്രെറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ. അതിലാണ് ഈ ഒരു നമ്പേഴ്സ് നമുക്ക് NCERT തന്നിരിക്കുന്നത്. ഇത് റിപ്പീറ്റഡ് PYQ ആണ്. പല തരത്തിൽ ഇത് നമുക്ക് നീറ്റ് എക്സാമിനേഷന് വന്നിട്ടുണ്ട്. അപ്പൊ മക്കള് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ടീച്ചർ ഇങ്ങനെ ഒരു പിക്ചർ വെച്ചിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഓക്കെ അല്ലേ? ശരി. സോ ഇവിടെ ഏതാണ് ട്രൂ? 32% of amphibian species faces the threat of extinction as the correct answer. Next question. Read the following statements and select the correct option. നമുക്ക് ഇതിൽ നിന്ന് കറക്റ്റ് ഓപ്ഷൻ എടുക്കാലോ. Biodiversity decreases when we move from low to high altitude. കറക്റ്റ് അല്ലേ? ഇക്വേറ്ററിൽ നിന്നും പോൾസിലോട്ട് പോകുമ്പോൾ, ലോ ടു ഹൈ ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്? ഡൈവേഴ്സിറ്റി കുറയും. Biodiversity is minimum in Arctic region and maximum in temperate area. എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലേ? നമുക്ക് അടുത്ത ഓപ്ഷൻ വായിക്കാം. Scientists estimate that in the rainforest there might be at least 2 million insect species waiting to be discovered and named. Exactly correct ആണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ ഇനിയും 2 million species of insects yet to be discovered എന്ന് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? അപ്പോ ഇവിടെ പ്രശ്നം ഓപ്ഷൻ ബി ആണ്. എന്താണ് പ്രശ്നം എന്ന് മനസ്സിലായോ? ബയോഡൈവേഴ്സിറ്റി മിനിമം ഇൻ ആർട്ടിക് റീജിയൻ നമ്മൾ സമ്മതിച്ചു. പക്ഷെ മാക്സിമം എന്ന് പറയുന്ന ടെമ്പറേറ്റ് ഏരിയയിലാണോ? മാക്സിമം എവിടെയാ മക്കളെ? ട്രോപ്പിക്കൽ ഏരിയയിലല്ലേ? സോ ഓപ്ഷൻസ് നോക്കാം. ഓൺലി സി ഈസ് ഇൻകറക്റ്റ് വരില്ല. ഓൺലി ബി ഈസ് ഇൻകറക്റ്റ് ഇസ് ദ റൈറ്റ് ഓപ്ഷൻ. ഇത് മാത്രമാണ് ഇൻകറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ടീച്ചർ കൊടുത്തിട്ടുണ്ട് ഇക്വേറ്ററിന്
പോളാർ റീജിയനിലോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ഡൈവേഴ്സിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നു അല്ലെ. ഇക്വേറ്ററിന്റെ അടുത്ത് 23.5 നോർത്ത്, 23.5 സൗത്ത്, അത്രയും പോർഷനെയാണ് നമ്മൾ എന്ത് പറയാ, ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറയാം. അത് കഴിഞ്ഞാലാണ് എന്ത് വരുള്ളൂ, ടെമ്പറേറ്റ് വരുള്ളൂ. ടെമ്പറേറ്റ് കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുന്നത്, പോൾസിൽ പോളാർ റീജിയൻസ് വരുന്നത്. അവിടെ എന്തായിരിക്കും, എപ്പോഴും സ്പീഷീസ് ഡൈവേഴ്സിറ്റി വളരെ കുറവായിരിക്കും. നെക്സ്റ്റ്, which of the following both pairs have correct combination? അപ്പോൾ ഓപ്ഷൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും ആണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് മക്കളെ ഇൻസിറ്റുവും എക്സിറ്റു കൺസർവേഷൻ? ഇൻസിറ്റു കൺസർവേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇതിപ്പോ എനിക്ക് ടൈഗറിനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ടൈഗർ വസിക്കുന്ന അതിന്റെ ഫോറസ്റ്റ് തന്നെ ഞാൻ എന്ത് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യും അല്ലെ. എക്സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ ഏതെങ്കിലും ഒരു സ്പീഷീസ് അതിപ്പോ ഒരു ത്രെറ്റ് ഫേസ് ചെയ്യാണ്, അല്ലെങ്കിൽ അത് എക്സ്റ്റിങ്ഷനിലോട്ട് പോവാണ്, അതിന് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതിന്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ ജീവിക്കാൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അതിന്റെ നാച്ചുറൽ ഹാബിറ്റാറ്റ് എന്ന് എടുത്തു മാറ്റിയിട്ട് അണ്ടർ ക്യാപ്റ്റിവിറ്റിയിൽ എൻ്റെ അണ്ടറിൽ ഞാൻ അതിന് സംരക്ഷണം കൊടുക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, എക്സിറ്റു കൺസർവേഷൻ. അപ്പോ ഇൻസിറ്റു കൺസർവേഷനിൽ ആരൊക്കെയാണ്, എക്സിറ്റു കൺസർവേഷനിൽ ആരൊക്കെയാണെന്നുള്ള ആദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ഇൻസിറ്റു കൺസർവേഷനിൽ എന്തൊക്കെ വരും, നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ബയോസ്ഫിയർ റിസർവ്സ്, സാക്രഡ് ഗ്രോവ്സ്. എന്നാൽ എക്സിറ്റു കൺസർവേഷനിലോ സുവോളജിക്കൽ പാർക്ക്, ബൊട്ടാനിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക്സ്, ക്രയോ പ്രിസർവേഷൻ. ഒരു സംഭവം കൂടിയുണ്ട്, വൈൽഡ് ലൈഫ് സഫാരി പാർക്ക്. ഇതും എന്തിന്റെ എക്സാമ്പിൾ ആണ്, എക്സിറ്റു കൺസർവേഷന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ അല്ലേ, ഇത് നന്നായിട്ട് പഠിച്ചേക്കണേ. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇൻസിറ്റു കൺസർവേഷനിൽ ക്രയോ പ്രിസർവേഷൻ വരുമോ, ഇല്ല. ക്രയോ പ്രിസർവേഷൻ ഓർമ്മയല്ലോ, ലിക്വിഡ് നൈട്രജനിൽ -196°C പ്രിസർവ് ചെയ്യുന്നതാണ് ക്രയോ പ്രിസർവേഷൻ. അപ്പൊ അതൊരിക്കലും എന്തല്ല, ഇൻസിറ്റു അല്ല. എക്സിറ്റു കൺസർവേഷൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ശരിയാണോ? നോ. ഇൻസിറ്റു കൺസർവേഷൻ സീഡ് ബാങ്ക്, തെറ്റ്. എക്സിറ്റു കൺസർവേഷൻ നാഷണൽ പാർക്ക്, തെറ്റ്. ഇൻസിറ്റു കൺസർവേഷൻ ടിഷ്യൂ കൾച്ചർ, തെറ്റ്. എക്സിറ്റു കൺസർവേഷൻ സീക്രട്ട് ഗ്രോവ്സ്, തെറ്റ്. ഇൻസിറ്റു കൺസർവേഷൻ നാഷണൽ പാർക്ക് ശരിയാണ്. എക്സിറ്റു കൺസർവേഷൻ ബൊട്ടാനിക്കൽ ഗാർഡൻ ശരിയാണ്. ഓക്കെ, അപ്പൊ ഇൻസിറ്റു എക്സിറ്റു കൺസർവേഷന്റെ എക്സാമ്പിൾസ് മക്കള് നോട്ട് ചെയ്ത് വെക്കണം. ഈ ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ്, which of the following became extinct due to overexploitation? Overexploitation എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈവിൾ ക്വാർട്ടറ്റിലെ ഒരാളാണ് അല്ലെ. ഈവിൾ ക്വാർട്ടറ്റ് 4 എണ്ണം ടീച്ചർ പിന്നെയും പറയാണ്, അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാ. എന്തൊക്കെയായിരുന്നു, ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, കോ എക്സ്റ്റിങ്ഷൻ. അതിൽ ഓവർ ആയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത 2 സ്പീഷീസിന്റെ എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. എന്തൊക്കെയാ അത്, പാസഞ്ചർ പിജിയനും സ്റ്റെല്ലർ സീക്കാവും. സിക്ലെറ്റ് ഫിഷ് വരില്ല, സോ ഓപ്ഷൻ 1 and 2. പക്ഷേ ഈ സിക്ലെറ്റ് ഫിഷിനെ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ, കേട്ടു പരിചയമുണ്ടോ? ഉണ്ടല്ലേ. സിക്ലെറ്റ് ഫിഷ് നമ്മൾ പഠിച്ചത് എവിടെയാ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷനില്. അതായത് ഈസ്റ്റ് ആഫ്രിക്കയിൽ ലേക്ക് വിക്ടോറിയയിൽ നൈൽ പേർച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ അവിടെയുള്ള മോർ ദാൻ 200 സ്പീഷീസ് ഓഫ് സിക്ലെറ്റ് ഫിഷ് ആണ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയത്. അപ്പൊ സിക്ലെറ്റ് ഫിഷിന്റെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചത് ഏലിയൻ സ്പീഷീസ് ഇൻവേഷനിലാണ്. ഓക്കെ, നെക്സ്റ്റ്, which of the following is the cause of biodiversity loss? ടീച്ചർ കുറെ നേരമായി ഘോരം പ്രസംഗിക്കുന്നു അല്ലേ, സെയിം സാധനം. ഹാബിറ്റാറ്റ് ലോസ്, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. അപ്പൊ ആൻസർ all. Next, which of the following statement is incorrect with respect to biodiversity? Number of animal species is more than 70%. ശരിയല്ലേ, നമ്മൾ 10 സ്പീഷീസ് എടുത്താൽ അതിൽ 7 എണ്ണം animals ആണ്, അത് insects ആണ്, നമ്മൾ പഠിച്ചിട്ടില്ലേ? Yes. Plants accounts for nearly 22% of the total. Correct. India is one of the 14 mega biodiversity countries of the world. Tropical areas are 10 times more diverse than temperate. Correct ആണ്. അപ്പൊ ഇവിടെ ആൻസർ ഓൾറെഡി മക്കൾക്ക് കിട്ടിക്കാണും. എന്താണ്, ഇന്ത്യ ഈസ് വൺ ഓഫ് ദ 12 മെഗാ ബയോഡൈവേഴ്സിറ്റി കൺട്രീസ് ഓഫ് ദ വേൾഡ് ആണ്, അല്ലാതെ 14 അല്ല. സോ ഓപ്ഷൻ 3 ഇൻകറക്റ്റ് അല്ലേ ചോദിച്ചത്. നെക്സ്റ്റ്, the 6th extinction
presently in progress is different from the previous episodes of extinction. അപ്പോൾ ടീച്ചർ നേരത്തെ പറഞ്ഞു മാസ് എക്സ്റ്റിങ്ഷൻ ഒരുപാട് നടന്നിട്ടുണ്ട്, 5 തവണ നടന്നിട്ടുണ്ട്. ആ 5 തവണ മാസ് എക്സ്റ്റിങ്ഷൻ നടന്നതിൽ നമുക്ക് ഒരു പങ്കും ഇല്ല കേട്ടോ. വെറുതെ നമ്മളെ കുറ്റം പറയാൻ നിൽക്കണ്ട. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് 6th മാസ് എക്സ്റ്റിങ്ഷൻ ആണ്, അതിൽ നമുക്ക് പങ്കുണ്ട്. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അത് 100 to 1000 ടൈംസ് ഫാസ്റ്റർ ആയിട്ട് നമ്മൾ ചെയ്യുന്നു എന്നതാണ്. ഓക്കെ, എന്നാൽ മുമ്പുണ്ടായിരുന്ന ആ 5 മാസ് എക്സ്റ്റിങ്ഷനിൽ നമുക്കൊരു റോളും ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. മാസ് എക്സ്റ്റിങ്ഷൻ ഓഫ് സ്പീഷീസ് ഇസ് ടേക്കിംഗ് പ്ലേസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഓൺ എർത്ത് അല്ല. ഏർലിയസ്റ്റ് എപ്പിസോഡ്സ് വെർ ആന്ത്രപ്പോജനിക്. ആന്ത്രപ്പോജനിക് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഇന്റർവെൻഷൻ കൊണ്ടാണെന്നാണ്, ഒരിക്കലും അല്ല. ഇറ്റ് ഈസ് 100 to 1000 ടൈംസ് ഫാസ്റ്റർ. ശരിയാണ്, 6th എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് 100 to 1000 ടൈംസ് ഫാസ്റ്റർ ആണ്. എക്സ്റ്റൻഷൻ റേറ്റ് ഈസ് ഫാസ്റ്റർ ഇൻ പ്രീ ഹ്യൂമൻ ടൈംസ് അല്ല. പ്രീ ഹ്യൂമൻ ടൈംസിൽ ഇപ്പോഴത്തെ പോലെ അത്ര ഫാസ്റ്റർ ആയിരുന്നില്ല. അപ്പൊ നമുക്ക് ഓപ്ഷൻ എന്തെടുക്കാം? 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. നോക്കാം. Z വാല്യൂ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. Z വാല്യൂ എന്ന് പറയുന്നത്, Z എന്ന് പറയുന്നത് റിഗ്രഷൻ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ആണ് അല്ലെ. അപ്പോ നമുക്ക് സ്ലോപ്പ് ഓഫ് റിഗ്രഷൻ എടുക്കാം. ക്രയോ പ്രിസർവേഷന്റെ ടെമ്പറേച്ചർ നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്തു, എത്രയായിരുന്നു? -196 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ സേക്രഡ് ഗ്രൂവ്സ് നമ്മളിപ്പോ പഠിക്കും, ടീച്ചർ ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഡിസ്കസ് ചെയ്യും അല്ലെ. സേക്രഡ് ഗ്രൂവ്സ് എന്താണ്? കൺസേർവ്ഡ് ഫോറസ്റ്റ് ആണ്. ട്രൈബൽ കമ്മ്യൂണിറ്റി ഫോറസ്റ്റിനെ കൺസേർവ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഭാഗത്തിന് നമ്മൾ സേക്രഡ് ഗ്രൂവ്സ് എന്നാണ് പറയാം. ദെൻ റിവെറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് എന്താണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്? ഇക്കോസിസ്റ്റം സ്റ്റെബിലിറ്റി ആവേണ്ട അത്യാവശ്യത്തെ കുറിച്ച്. ഇക്കോസിസ്റ്റം സ്റ്റേബിൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആരും ഉണ്ടാവില്ല, ശരിയല്ലേ? സോ ഇവിടെ ഓപ്ഷൻ എന്താ വരിക? കറക്റ്റ് A1, B2, C3 and D4. ഓപ്ഷൻ 1. നെക്സ്റ്റ്, which statement is incorrect regarding biodiversity? More diverse ecosystem are more stable. ശരിയാണ്, നമ്മുടെ ഡേവിഡ് ടിൽമൻ പറഞ്ഞിട്ടുണ്ട്. എത്ര കണ്ട് ഡൈവേഴ്സിറ്റി ഇക്കോസിസ്റ്റത്തിൽ ഉണ്ടോ അത്ര കണ്ട് എന്താണ് സ്റ്റേബിൾ ആണ്, പ്രൊഡക്ടിവിറ്റിക്ക് ആനുവലി വേരിയേഷൻ ഉണ്ടാവില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. സ്പീഷീസ് റിച്ച്നെസ് ഡിക്രീസസ് ടുവേർഡ്സ് ദ പോൾസ്. ശരിയല്ലേ? പോൾസിലോട്ട് പോകുന്നതിനനുസരിച്ച് സ്പീഷീസ് റിച്ച്നെസ് കുറയുന്നു. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആർ ലെസ് പ്രൊഡക്റ്റീവ്. തീർന്നില്ലേ? ആണോ? ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എപ്പോഴും ഹൈലി പ്രൊഡക്റ്റീവ് ആണ്. ബയോഡൈവേഴ്സിറ്റി കോൺട്രിബ്യൂട്ട്സ് ടു എക്കോസിസ്റ്റം സർവീസസ്. ശരിയാണ്. അപ്പൊ ഇതിൽ ഇൻകറക്റ്റ് എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആർ ലെസ് പ്രൊഡക്റ്റീവ് എന്നതാണ്. മനസ്സിലാവുന്നില്ലേ മക്കളെ? നെക്സ്റ്റ്, ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ ആർഗ്യുമെന്റ് ഇൻക്ലൂഡ്സ്. അപ്പോ ഈ എന്തിനാണ് ബയോഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്യുന്നതെന്ന് കുറച്ച് പേര് ചോദിച്ചു. വൈ ഷുഡ് വി കൺസേർവ് ബയോഡൈവേഴ്സിറ്റി? അതിന്റെ ഉത്തരം ഡയറക്റ്റ് ആയിട്ട് ഉള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, അതാണ് നാരോലി യൂട്ടിലിറ്റേറിയൻ. പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, അതാണ് ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ. പിന്നെ എത്തിക്കൽ ആർഗ്യുമെന്റും ഉണ്ട്. എത്തിക്കൽ ആർഗ്യുമെന്റിൽ എന്താ പറയുന്നതെന്ന് അറിയാമോ? നമ്മുടെ മലയാളത്തിന്റെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിന്റെ പുസ്തകം ഇല്ലേ, ഭൂമിയുടെ അവകാശികൾ. അദ്ദേഹം എന്താ പറഞ്ഞത്? ഈ ഭൂമിയിൽ ഓരോ ജീവികൾക്കും അതിൻ്റെതായ സ്ഥാനമുണ്ട്, അവർക്കും ജീവിക്കാനുള്ള അധികാരമുണ്ട്. മനുഷ്യർ മാത്രമാണ് വലുത്, അവർക്ക് മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അധികാരം, അവകാശം എന്നൊന്നുമില്ല അല്ലെ. അപ്പൊ അദ്ദേഹം എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് എത്തിക്കൽ ആർഗ്യുമെന്റിൽ പറയുന്നത്. ഈച്ച് ആൻഡ് എവറി സ്പീഷീസ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ റൈറ്റ് ടു സർവൈവ് ഇൻ ദിസ് ഇക്കോസിസ്റ്റം. ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയനിൽ എന്താ പറയുന്നത്? നമ്മുടെ ജനറൽ വ്യൂ ആണ്. അതായത് നമുക്ക് ഓക്സിജൻ കിട്ടുന്നു. ആമസോൺ റെയിൻ ഫോറസ്റ്റ് ടീച്ചർ പറഞ്ഞു 20% ഓക്സിജൻ, അതുകൊണ്ടാണല്ലോ അതിനെ ലങ്സ് ഓഫ് ദ പ്ലാനറ്റ് എന്ന് പറയുന്നത്. പിന്നെ പോളിനേഷൻ, ഇതിനൊക്കെ പ്രൈസ് ടാഗ് തൂക്കിയിടാൻ പറ്റുമോ? പോളിനേഷൻ നടക്കുന്നത് കൊണ്ടല്ലേ നമുക്ക് ഈ ഫ്രൂട്ട്സും സീഡ്സും ഒക്കെ കിട്ടുന്നത്. പിന്നെ ഈസ്തറ്റിക് പ്ലഷർ, ഒരു മോളിൽ നടക്കുന്നതും ഈ യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ നടുവിലൂടെ നടക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? ഏതാടാ നിങ്ങൾ എൻജോയ് ചെയ്യുക അല്ലെ? അപ്പൊ ആ നാച്ചുറൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഈസ്തറ്റിക് പ്ലഷർ, ഇതൊക്കെ എന്താണ്? ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ ആർഗ്യുമെന്റ് ആണ്. ഇതൊക്കെയാണ് പറയുന്നത് എന്തിനാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്യുന്നത് എന്നുള്ളത്.
നാരോലി യൂട്ടിലിറ്റേറിയനിൽ എന്തൊക്കെയാ പറയുന്നത്? ഡയറക്റ്റ് ബെനിഫിറ്റ്സ്. നമുക്ക് നമ്മുടെ എക്കോസിസ്റ്റത്തിൽ നിന്ന്, നമ്മുടെ എൻവയറമെന്റിൽ നമുക്ക് ടിമ്പർ കിട്ടുന്നു, നമുക്ക് മെഡിസിൻസ് കിട്ടുന്നു, ഇല്ലേ? നമുക്ക് ഒരുപാട് സാധനങ്ങൾ ആവശ്യമുള്ളത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എവിടുന്ന് കിട്ടുന്നുണ്ട്? എൻവയറമെന്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതാണ് നാരോലി യൂട്ടിലിറ്റേറിയൻ ആർഗ്യുമെന്റിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ ആർഗ്യുമെന്റ് ആണ്. അതിൽ ഓപ്ഷൻസ് provision of oxygen to Earth's atmosphere by Amazon rainforest, then pollination provided through pollinator layer, then aesthetic pleasure of walking through thick woods. എല്ലാം തന്നെ correct ആണ്. So option 4, all of the above. Okay അല്ലേ? മനസ്സിലാവുന്നില്ലേ? ശരി. Next, assertion. Sacred groves are examples of ex situ conservation. Organisms are protected in their natural habitat. Sacred groves എന്ന് പറയുന്നത് in situ conservation ആണ്. In situ conservation ആണ് നാച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതി. അപ്പോൾ ഇവിടെ assertion falseും reason true ആണ്. Okay? Next, which pair is incorrectly matched? നമ്മുടെ sacred groves-നെ പറ്റിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടീച്ചർ കുറെ നേരമായി പറയുന്നില്ലേ, ഇൻ സിറ്റു കൺസർവേഷൻ, സാക്രഡ് ഗ്രൂവ്സ്. എക്സാമ്പിൾസ് എന്തായാലും നമ്മൾ പഠിച്ചിരിക്കണം. കാസി ആൻഡ് ജൈന്ത്യ ഹിൽസ്, ഓർമ്മയില്ലേ? മേഘാലയ. അരാവലി ഹിൽസ് എവിടെയായിരുന്നു? രാജസ്ഥാനിലാണ് കൊടുത്തിരിക്കുന്നത്, കേരള. ഓക്കെ, വെസ്റ്റേൺ ഗാട്സ് ഓഫ് കർണാടക ആൻഡ് മഹാരാഷ്ട്ര, പിന്നെ സർഗുജ, ചന്ദ, പാസ്റ്റർ ഏരിയാസ് ഓഫ് മധ്യപ്രദേശ്. അപ്പൊ ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. ഇവിടെ നമ്മൾ ഇൻകറക്ട്ലി മാച്ച് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അരാവലി സാക്രഡ് ഫോറസ്റ്റ് ആണ്, കേരള എന്ന്. അത് ശരിക്കും എവിടെയാണ്? രാജസ്ഥാനാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ മക്കൾ കൃത്യമായിട്ട് പഠിച്ചോളണേ. സോ ഇവിടെ ഓപ്ഷൻ 2. നെക്സ്റ്റ്, which of the following statements regarding biodiversity patterns are correct? Latitudinal gradient affects the species diversity. Correct ആണ് അല്ലേ? നമുക്കറിയാലോ ട്രോപ്പിക്കൽ റീജിയനിലാണ് കൂടുതൽ when compared to temperate and polar region. Tropical areas receive more solar energy and show greater biodiversity. Yes. Genetic diversity has no role in natural selection. False. Ecological diversity increases environmental complexity. Correct. So, നമുക്ക് എന്താ വേണ്ട? കറക്റ്റ് ഓപ്ഷൻസ് അല്ലേ? സോ 1ഉം 2ഉം 4ഉം നമുക്ക് എടുക്കാം. സോ we will go for option 1. Next, more than 70% of all the species recorded are ഏതാടാ? Animals ആണ് അല്ലേ? While plants comprises not more than 22 ആണോ 21 ആണോ? ഏതാണ്? It is 22 അല്ലേ? So more than 70% of all the species recorded are animals, while the plants comprises not more than 22%. So option 2. Next question. Read the following statements and find whether it is true or false. David Tillman conducted long-term ecosystem experiment using grassland plots. Correct. Tillman's experiment demonstrated that plots with a higher species diversity were less productive. No. അല്ലേ? അപ്പൊ ഇത് ട്രൂ ആണ്, ഇത് false ആണ്. According to Tillman's study, increased biodiversity improves ecosystem productivity. True. More diverse plant communities showed greater resistance to environmental disturbances such as drought. True. അപ്പൊ true, false, true, true. എവിടെയാടാ വരുന്നത്? ഇതാ option 3. So, moving to the last question. നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് കവർ ചെയ്തു കേട്ടോ. Which of the following statements are correct? More than 1.5 million species have already been described. നമ്മൾ ലിവിംഗ് വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ 1.7 to 1.8 മില്യൺ സ്പീഷീസ് നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ മിസ് ഇവിടെ 1.5 മില്യൺ എന്ന് പറയുന്നത്? എടാ മോർ ദാൻ 1.5 മില്യൺ എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് നമുക്ക് ക്ഷമിച്ചേക്കാം അല്ലേ? കറക്റ്റ് ആണ്. മോർ ദാൻ 1.5 മില്യൺ സ്പീഷീസ് ഹാവ് ഓൾറെഡി ബീൻ ഡിസ്ക്രൈബ്ഡ്. സ്പീഷീസ് ഇൻവെന്ററീസ് ആർ മോർ കംപ്ലീറ്റ് ഇൻ ട്രോപ്പിക്കൽ കൺട്രീസ്. ആണോ? സ്പീഷീസ് ഇൻവെന്ററീസ് മോർ കംപ്ലീറ്റ് ആണ് ട്രോപ്പിക്കൽ കൺട്രീസിൽ. നോക്കാം. റോബർട്ട് മേ എസ്റ്റിമേറ്റഡ് ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ടു ബി അബൌട്ട് 7 മില്യൺ. കറക്റ്റ് ആണ്.
Extreme estimates of species diversity ranges from 2 to 5 million ആണോ 20 to 50 million അല്ലേ? അപ്പൊ ഇവിടെ എവിടെയൊക്കെയാണ് പ്രശ്നം വന്നത്? 2ഉം 4ഉം അല്ലേ? കറക്റ്റ് അല്ലേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്തെടുക്കാം? 1 and 3. കാരണം സ്പീഷീസ് ഇൻവെന്ററീസ് കംപ്ലീറ്റ് ആയിരിക്കുന്നത് ടെമ്പറേറ്റ് കൺട്രീസിലാണ്, ടെമ്പറേറ്റ് റീജിയൻസിലാണ്. കാരണം എന്താ? അവിടെ കുറച്ചല്ലേ സ്പീഷീസ് ഉള്ളൂ, അതുകൊണ്ട് അത്രയല്ലേ കണ്ടുപിടിക്കുന്നുള്ളൂ. പക്ഷെ ട്രോപ്പിക്കൽ കൺട്രീസിൽ ഈവൻ 2 to 20 million species of insects yet to be discovered എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് അത് പറയാൻ പറ്റില്ല. സോ സ്പീഷീസ് ഇൻവെന്ററീസ് ആർ മോർ കംപ്ലീറ്റ് ഇൻ ട്രോപ്പിക്കൽ കൺട്രീസ് എന്ന് പറയുന്നത് തെറ്റാണ്. Then extreme estimates of species diversity ranges from 20 to 50 million ആണ്. So 1 and 3 only is the correct answer. Okay. അപ്പോൾ നമ്മൾ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ്റെ ഏകദേശം എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടുണ്ട്. മിസ് ഒരുപാട് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. ഇനി വേറൊരു ചാപ്റ്ററുമായിട്ട് ടീച്ചർ വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.